ഒടുവിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാളയത്തിനുള്ളിലും തീ പടരുകയാണ്. മാസങ്ങളായി ലോകത്തെ യുദ്ധത്തിന്റെ അരികിൽ നിർത്തുകയും അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടെ ഗാസ മുതൽ പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങൾ വരെ സൈനിക നടപടികൾ വ്യാപിപ്പിക്കുകയും ചെയ്ത ഇസ്രായേൽ നേതൃത്വത്തിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് പുറത്തുനിന്നുള്ള ശത്രുവിനെ മാത്രമല്ല, സ്വന്തം സൈന്യത്തിനുള്ളിൽ നിന്നുയരുന്ന അസ്വസ്ഥതയും കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും അച്ചടക്കമുള്ള സൈന്യങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രായേൽ പ്രതിരോധ സേനയിൽ ഒരു വിഭാഗം സൈനികർ കമാൻഡറുടെ ഉത്തരവിനെതിരെ കൂട്ടത്തോടെ ബാരക്കുകൾ വിട്ടിറങ്ങിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതൊരു ചെറിയ അച്ചടക്ക പ്രശ്നം മാത്രമല്ല എന്നാണ് നിരീക്ഷകർ മുഴുവൻ ചൂണ്ടിക്കാട്ടുന്നത്. ദീർഘകാല യുദ്ധത്തിന്റെ സമ്മർദ്ദവും സൈനികരുടെ മാനസികാവസ്ഥയും നേതൃത്വത്തിന്റെ തീരുമാനങ്ങളോടുള്ള അതൃപ്തിയും ഇപ്പോൾ തുറന്ന ചർച്ചയായിരിക്കുകയാണ്. ഇതിന്റെ രാഷ്ട്രീയവും സൈനികവുമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാകും? ഇതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ബറ്റാലിയൻ പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കം കാരണം ഇസ്രായേൽ സൈന്യത്തിൽ കലാപമെന്നാണ് റിപ്പോർട്ട്. തെക്കൻ ഇസ്രായേലിലെ നെഗവ് മരുഭൂമിയിലെ സ്ദെയ് തെയ്മാൻ സൈനിക ക്യാമ്പിൽ നിന്ന് ഗിവാത്തി ബ്രിഗേഡിന്റെ സബാർ ബറ്റാലിയനിലെ 100ഓളം സൈനികർ ഇറങ്ങിപ്പോയെന്നാണ് ഇസ്രായേലി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തെ ഗുരുതരമായ അച്ചടക്ക ലംഘനമായി കണക്കാക്കി സൈന്യം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ സൈനികർ സ്ഥാപിച്ച ബോർഡുകൾ നീക്കം ചെയ്യാൻ കമാൻഡർ ആവശ്യപ്പെട്ടതാണ് സൈനികരെ ചോടിപ്പിച്ചത്. പുതുതായി എത്തുന്നവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഭാഷയാണ് ബോർഡുകളിൽ ഉള്ളതെന്നാണ് സൈന്യത്തിന്റെ ഭാഷ്യം. എന്നാൽ ഇത് ബറ്റാലിയനിൽ കാലങ്ങളായി പിന്തുടരുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് വാദിച്ച സൈനികർ ആയുധങ്ങൾ ഉപേക്ഷിച്ച് ക്യാമ്പ് വിട്ടിറങ്ങുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സാധാരണ അച്ചടക്ക ലംഘനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമാണ് നിരവധി സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം കഴിഞ്ഞ നിരവധി മാസങ്ങളായി ഗാസയിലെയും മറ്റു മേഖലകളിലെയും സൈനിക നടപടികൾ ഇസ്രായേൽ സൈനികർക്കുമേൽ വലിയ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലുകൾ മുൻപും പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ദേശീയ സുരക്ഷയുടെ പേരിൽ കടുത്ത സൈനിക നിലപാടാണ് തുടർന്നു വന്നത്. അതേസമയം ഈ യുദ്ധനയത്തെ വിമർശിച്ച് ഇസ്രായേലിനുള്ളിലും പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. ബന്ദികളുടെ കുടുംബങ്ങൾ മുതൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ വരെ സർക്കാരിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം നേരത്തെ തന്നെ രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ സൈന്യത്തിനുള്ളിൽ നിന്നുള്ള അസ്വസ്ഥതയുടെ റിപ്പോർട്ടുകൾ ആ ചർച്ചയ്ക്ക് കൂടുതൽ കരുത്ത് നൽകുകയാണ്. അമേരിക്കയുടെ ശക്തമായ നയതന്ത്ര സൈനിക പിന്തുണ ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴും യുദ്ധം നീളുന്തോറും അന്താരാഷ്ട്ര സമ്മർദ്ദവും വർദ്ധിക്കുകയാണ്. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി, വിവിധ രാജ്യങ്ങളുടെ വിമർശനം, അന്താരാഷ്ട്ര കോടതികളുടെ നിയമപരമായ വെല്ലുവിളികൾ എന്നിവയും ഇസ്രായേൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഘടകങ്ങളാണ്. സൈനിക ചരിത്രത്തിൽ പലപ്പോഴും പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെക്കാൾ ആ രാജ്യത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ആന്തരികമായ അസ്വസ്ഥതകളാണ്. സൈന്യത്തിന്റെ മനോവീര്യവും നേതൃത്വത്തിലുള്ള വിശ്വാസവും ഏതൊരു പ്രതിരോധ സംവിധാനത്തിന്റെയും ഏറ്റവും വലിയ ശക്തിയാണ്. ആ വിശ്വാസത്തിൽ വിള്ളലുണ്ടാകുന്നുവെന്ന പ്രതീതി പോലും ദേശീയ സുരക്ഷാ സംവിധാനത്തിന് ഗൗരവമായ മുന്നറിയിപ്പായിരിക്കും. ഈ സംഭവത്തിന്റെ യഥാർത്ഥ വ്യാപ്തി അന്വേഷിച്ചു വരികയാണ് ഇസ്രായേൽ സൈന്യം. എന്നിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ്: യുദ്ധം എത്ര ദൂരം നീളുന്നുവോ അത്രയും വലിയ വില അത് യുദ്ധഭൂമിയിൽ മാത്രമല്ല, യുദ്ധം നടത്തുന്ന രാജ്യത്തിന്റെ സൈനികരിലും സമൂഹത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും നിന്നും ഈടാക്കും. അതുകൊണ്ട് തന്നെ ഇന്നുയരുന്ന ഈ വാർത്ത ഒരു ബറ്റാലിയന്റെ ആഭ്യന്തര തർക്കം മാത്രമല്ല, ദീർഘകാല സംഘർഷങ്ങൾ ഒരു രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ സ്ഥാപനങ്ങളെ പോലും എങ്ങനെ പരീക്ഷിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഓർമ്മപ്പെടുത്തലായാണ് ഇതിനെ കാണേണ്ടത്.